തീവ്രവാദ നിലപാടുള്ളവരോട് യോഗി ആദിത്യനാഥ് സർക്കാരിൻ്റെ നിലപാട് ഭയങ്കര തീവ്രമാണ്, അല്ലെങ്കിൽ കടുത്തതാണ്. ഇപ്പം വീണ്ടും ഈ ഭീകരവാദികളെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത യു പിയിൽ നിന്ന് പുറത്തു വരുന്നു എന്ന് പറയുന്നു. അതായത് കൊടും ഭീകരരായ 3 പേർ, അതായത് ഇന്ത്യ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരിക്കുന്ന KZF, ഖലിസ്ഥാൻ സിന്ദാബാദ് ഫോഴ്സ് എന്ന സംഘടനയുണ്ട്. അതിലെ ഭീകരന്മാർ പഞ്ചാബിലുള്ളവരാണ്. ഇവരുടെ പണി പോലീസിനെ ആക്രമിക്കുക, പോലീസ് പിക്കറ്റുകളിലേക്ക് ഗ്രനേഡ് എറിയുക. അപ്പോൾ ഗുരുദാസ്പൂർ ജില്ലയിൽ ഉള്ള പോലീസ് പോസ്റ്റിന് കഴിഞ്ഞ ആഴ്ച പോലീസ് ഔട്ട് പോസ്റ്റിന് വദ്ല ബങ്കർ എന്ന് പറയുന്ന പോലീസ് പിക്കറ്റിന് ബോംബെറിഞ്ഞ കേസിലെ പ്രതികൾ. അവർ ബോംബെറിഞ്ഞിട്ട് അവിടെ മാത്രമല്ല, അവർ കഴിഞ്ഞ 6 മാസത്തിനിടയിൽ നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ ഗ്രനേഡ് എറിഞ്ഞ് നിരവധി പോലീസുകാർക്ക് പരിക്ക് പറ്റി. ആ കേസിലെ പ്രതികളായ 3 പേർ പഞ്ചാബിൽ നിന്ന് ഉത്തർപ്രദേശിലേക്ക് കടന്നിട്ടുണ്ടെന്ന് പുലർച്ചെ പിലിഭത്തിലെ SP അവിനാഷ് പാണ്ഡയ്ക്ക് പുലർച്ചെ 4:30 പഞ്ചാബ് പോലീസിൻ്റെ ഫോൺ വരുന്നു. പിന്നെ എല്ലാം മിന്നൽ വേഗത്തിലായിരുന്നു. 4:30 വിവരം കിട്ടുന്നു. ഉത്തർപ്രദേശ് പോലീസ് ഇവരെ തിരഞ്ഞിറങ്ങുന്നു. 5:30 കണ്ടുമുട്ടുന്നു. 6:30 ആകുമ്പോൾ 3 ഡെഡ് ബോഡി ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. അപ്പോൾ ഉത്തർപ്രദേശ് പോലീസിൻ്റെ വെർഷൻ എന്ന് പറഞ്ഞാൽ, ഇവർ ബൈക്കിൽ പോകുന്ന കണ്ടു. നമ്മൾ പഞ്ചാബ് പോലീസ് പറഞ്ഞതനുസരിച്ച് ഇവരെ പിടിക്കാനായിട്ട് ചെന്നപ്പോൾ ഇവർ വെടിവെച്ചു. 2 പോലീസുകാർക്ക് പരിക്കുണ്ട്, പക്ഷേ 3 സ്പോട്ടി വഴിയായി. അപ്പോൾ തീവ്രവാദികളോട് എടുക്കുന്ന നിലപാട് എന്താണെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും പറയും, യു പിയിൽ യോഗി വന്നതിന് ശേഷം വെടിയോട് വെടിയാണ്. അതെ, ആരെ വെടിവെക്കുന്നു? നിയമം കയ്യിലെടുക്കുന്ന ആളുകളെ നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ ചെയ്യുന്നത് പോലെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയി ജാമ്യത്തിൽ വിട്ട് പിന്നെ വിചാരണ നടത്തി നമ്മുടെ ചെലവിൽ നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി കൊടുക്കുമ്പോൾ ഉച്ചഭക്ഷണത്തിന് കൊടുക്കാൻ സർക്കാരിന് കാശില്ലാത്തപ്പോൾ ഇവർക്ക് ചിക്കനും മട്ടനും ബീഫും എല്ലാം കൊടുത്ത് സമൃദ്ധമായ ആഹാരം കൊടുത്ത് വളർത്തി പോഷിപ്പിച്ച് കൂടുതൽ തടിമാടന്മാരായി തീവ്രവാദ പ്രവർത്തനം നടത്താൻ പുറത്തേക്ക് അങ്ങനെ വിടണ്ട എന്ന് യോഗി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ജനം കൈയടിക്കും. ഇത് നോക്കൂ, പഞ്ചാബ് പോലീസ് വിളിച്ച് പറയാണ്, പിലിഭത്ത് എന്ന് പറയുന്ന പ്രദേശത്തിന് പ്രത്യേകതയുണ്ട് യു പിയിലെ. അവിടെ സിഖുകാർ കൂടുതലുള്ള സ്ഥലമാണ്. അപ്പം പഞ്ചാബിൽ ആക്രമണം നടത്തിയിട്ട് ഇവർ പിലിഭത്തിലേക്ക് പോയി. അതാണ് പഞ്ചാബ് പോലീസിന് കിട്ടിയ വിവരം. ഉടനെ തന്നെ പഞ്ചാബ് പോലീസ് അറിയിച്ചു. 4:30 വിവരം അറിയുന്നു, 6 മണിക്ക് 1.5 മണിക്കൂറിനുള്ളിൽ ആളുകളുടെ പണി തീർന്നു. അപ്പോൾ കൊല്ലപ്പെട്ട തീവ്രവാദികളുടെ പേര് ഗുർവിന്ദർ സിംഗ്, വീരേന്ദർ സിംഗ്, ജസൻപ്രീത് സിംഗ്. ഈ ജസൻപ്രീത് സിംഗിന് 18 വയസ്സേ ഉള്ളൂ. ചെറുപ്പക്കാരനാണ്, വളരെ ചെറുപ്പക്കാരനായ ഒരു പയ്യൻ. അവൻ പോലും ഭീകരവാദ പ്രസ്ഥാനത്തിൽ ആകർഷണമായിട്ട് വന്നു. 8 ഗ്രനേഡ് ആക്രമണ കേസുകളിലെ പ്രതികളാണ്. 8 പോലീസ് സ്റ്റേഷനുകൾക്കെതിരെ ഇവർ ബോംബെറിഞ്ഞു. അപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് ഈ ഹൈവേയിൽ, ശാരദാ നദീതീരത്തുള്ള ഹൈവേയിൽ വെച്ചിട്ടാണ് ഇവർ ഏറ്റുമുട്ടലുണ്ടായി ഈ 3 പേർ കൊല്ലപ്പെട്ടത്. ഇവരുടെ കയ്യിൽ നിന്ന് 2 AK-47 തോക്കുകൾ, 2 ഗ്ലൂക്ക് പിസ്റ്റൾസ്, വലിയ തോതിൽ വെടിയുണ്ടകൾ ഇത്രയും പിടിച്ചെടുത്തു. 2 പോലീസുകാർക്ക് പരിക്കുമുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറഞ്ഞാൽ, ഇത്രയും പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, തീവ്രവാദികളോടും വലിയ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളോടും ഒരു ദയവുമില്ലാത്ത കർശനമായ നടപടി യു പി പോലീസ് സ്വീകരിക്കുന്നുണ്ട്. ഒരു കാലത്ത് യു പി എന്ന് പറഞ്ഞാൽ, യു പി അറിയാമല്ലോ, ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ്, ഏറ്റവും വലിയ സംസ്ഥാനങ്ങളിലൊന്നാണ്, ഏറ്റവും വലിയ ജനസംഖ്യയുള്ള, ഞാൻ അതാ ഉദ്ദേശിച്ചത്, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ്. 24 കോടിയോ മറ്റോ ആണ് യു പിയിലെ ജനസംഖ്യ. പാകിസ്ഥാനിൽ 20 കോടിയേ ഉള്ളൂ. പാകിസ്ഥാനേക്കാളും ജനസംഖ്യ കൂടിയ സംസ്ഥാനമാണ്, ജനസംഖ്യാടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ആ ഉത്തർപ്രദേശിൻ്റെ പല ഭാഗത്തും ഗുണ്ടാരാജായിരുന്നു. ആളുകൾക്ക്, പോലീസിനും ലോ എൻഫോഴ്സിങ് ഏജൻസികൾക്ക്, പോലീസിനും ഉൾപ്പെടെ കടന്നു ചെല്ലാൻ പറ്റാത്ത മാഫിയകൾ വാഴുന്ന ഒരു പ്രദേശമായിരുന്നു. അവിടെയാണ് യോഗി എന്ന് പറയുന്ന കാവി ഉടുത്ത ഈ സന്യാസി വന്നതിന് ശേഷം അധർമ്മത്തെ തുടച്ചു നീക്കുക എന്ന് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. അധർമ്മത്തെ തുടച്ചു നീക്കിക്കൊണ്ട് അവിടെ സമാധാനം ഉണ്ടാക്കുന്നു. അപ്പോൾ ഭീകരവാദികൾക്ക് പേടിയാണ്, അത് ഒരു കേസിൽ പ്രതിയായി കഴിഞ്ഞാൽ, നമ്മൾ കേട്ടിട്ടില്ലേ, വീട് ഇടിച്ചു നിരത്തും എന്ന് വന്നപ്പോഴത്തേക്ക് പ്രതികൾ ഞാൻ കീഴടങ്ങുന്നു, എൻ്റെ ഷൂട്ട് ചെയ്യരുത് എന്ന് പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് പ്രതികൾ വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങുകയാണ്. എത്ര പേടിയുണ്ടായിരിക്കും, എത്ര പേടിയാണ്. കാരണം കടുത്ത നടപടിയാണ്. ഇപ്പോൾ ഇതിനിടയ്ക്ക് മുസ്ലിം സംഘടനകളൊക്കെ പോയി കേസൊക്കെ കൊടുത്തു, വീട് പൊളിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. കോടതിയും പറഞ്ഞു, ഒരാൾ കേസിൽ പ്രതിയാണെങ്കിൽ, ഒരച്ഛൻ്റെ അമ്മയുടെ മകൻ കേസിൽ പ്രതിയാണെങ്കിൽ അച്ഛനും അമ്മയുടെ പേരുള്ള വീട് പൊളിക്കുന്നത് ശരിയല്ല. അത് നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ അച്ഛനും അമ്മയും താമസിക്കുന്ന വീട് പൊതുഭൂമി അല്ലെങ്കിൽ റവന്യൂ ഭൂമി കയ്യേറി താമസിക്കുന്നതാണെങ്കിലോ അത് കോടതി പറഞ്ഞിട്ടുണ്ട്. ഇല്ലീഗലായിട്ടുള്ള കയ്യേറ്റമാണെങ്കിൽ പൊളിച്ചു കളയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യുന്നുണ്ട് യോഗി, അത് ചെയ്യുന്നുണ്ട്. അതിലാണിപ്പോൾ വേദന. ഇക്കാലം അത്രയും
ആളുകൾ അനധികൃതമായി കൈവശം വച്ചിരുന്ന ഭൂമി തിരിച്ചു പിടിക്കുന്ന നടപടി ഒരു മതത്തിനെതിരെയുള്ള പരിപാടിയാണെന്ന് വ്യാഖ്യാനിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ പൊളിക്കൽ പരിപാടി ആദ്യം തുടങ്ങിയ എവിടെയാണ്? ഇന്ത്യയിൽ മൂന്നാറിലാണ് അല്ലേ? അതെ. മൂന്നാറിൽ VS തുടങ്ങിയത്. അന്ന് കയ്യടിയല്ലായിരുന്നോ? അന്ന് ജനം കയ്യടിക്കുകയായിരുന്നു. CPM ആണ് ചെയ്തത്. CPM-ൻ്റെ മുഖ്യമന്ത്രിയാണ് ചെയ്തത്. CPM-കാർ തന്നെ അവരുടെ ആഫീസിൻ്റെ നേരെ വന്നപ്പോൾ അത് അട്ടിമറിച്ചു എന്നുള്ള വേറെ കാര്യം. ഏതായാലും UP-യിൽ നടക്കുന്ന ഒരു ക്ലീനിങ് പ്രക്രിയ ഉണ്ടല്ലോ, അത് ജനങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം വരുന്നുണ്ട്. നമ്മൾ ഈ KZF-നെ കുറിച്ചൊന്ന് അറിയണം. ഇത് KZF എന്ന് പറഞ്ഞ സംഘടന 1993 രൂപീകരിച്ചാണ്. രഞ്ജിത്ത് സിംഗ് അല്ലെങ്കിൽ നീത്ത എന്നറിയപ്പെടുന്ന ഒരാളാണ് ഇതിൻ്റെ നേതാവ്. ഖാലിസ്ഥാൻ രാജ്യം സ്ഥാപിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. അപ്പോൾ ഈ മേഖലയിൽ ജമ്മു മേഖലയിലായിരുന്നു ആദ്യം ഇതിന് സ്വാധീനം ഉണ്ടായിരുന്നത്. പിന്നീട് അത് പതുക്കെ പഞ്ചാബിലേക്ക്, തീവ്രവാദം അതിൻ്റെ പീക്കിലെത്തിയിരുന്ന സമയത്ത് പഞ്ചാബിലേക്ക് വന്നു. നീതയ്ക്ക് ISI ബന്ധമുണ്ട്. അപ്പോൾ അവിടെ ബസ് ട്രക്കൊക്കെ ആക്രമിച്ച കേസുകൾ, മതനേതാക്കളെ കൊല്ലൽ, പോലീസിനെ ആക്രമിക്കുക, ഇതൊക്കെയായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ജോലി. അതായത് 2001 DSP ആയിരുന്ന ദേവീന്ദർ ശർമ്മയെ വെടിവെച്ച് കൊന്നു. പത്താൻകോട്ടിലെ നിരവധി ബോംബ് സ്ഫോടനങ്ങൾ നടത്തി. അതിൽ 2 ബസ്സുകളുണ്ടായിരുന്നു 91. അത്ര വലിയ ഭീകരപ്രവർത്തനങ്ങൾ നടത്തിയ ആളാണ് നീത. എന്നിട്ട് എന്തെന്നറിയോ? ഇന്റർപോൾ വഴി ഈ നീതയ്ക്ക് KZF-ൻ്റെ തലവനായ നീതയെ പിടിക്കാൻ, രഞ്ജിത്ത് സിംഗ് എന്ന് പറയുന്ന നീതയെ പിടിക്കാൻ റെഡ് കോർണർ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അയാളിപ്പോൾ എവിടെയാണെന്നറിയോ? സുരക്ഷിതമായി കറാച്ചിയിലിരിക്കുകയാണ്. കറാച്ചിയിലിരിക്കുന്ന നീത്തയുടെ ഗ്യാങ്ങിൽപ്പെട്ട ആളുകളാണ് ഈ 3 പ്രതികൾ. ഖലിസ്ഥാൻ ഭീകർ: ഗുർവിന്ദർ സിംഗ്, വീരേന്ദർ സിംഗ്, ജസൻപ്രീത് സിംഗ്. അപ്പോൾ നമ്മൾ ആലോചിക്കണം, ഇപ്പോഴും വിദേശത്തിരുന്നുകൊണ്ട് ഈ ഓപ്പറേഷൻ, ഇവർക്ക് UAPA പ്രകാരം KZF ഭീകര സംഘടനയാണ്, നിരോധിച്ചിരിക്കുകയാണ്. UK-യിൽ, സ്വിറ്റ്സർലൻഡിൽ, ഇറ്റലിയിൽ, ജർമ്മനിയിൽ, അമേരിക്കയിൽ, കാനഡയിൽ, എന്നിട്ട് യൂറോപ്യൻ യൂണിയനിലും നേപ്പാളിലും മലേഷ്യയിലുമൊക്കെ KZF-ന് ബന്ധങ്ങളുണ്ട്. അപ്പോൾ ഇത്ര അന്താരാഷ്ട്ര ബന്ധമുള്ള ഒരു ഭീകര സംഘടനയുടെ പ്രവർത്തകരാണ് പഞ്ചാബിൽ നിരന്തരം ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്ന മുഴുവൻ പോലീസിനെയാണ്. പോലീസുകാരെ ആക്രമിക്കുക. അതെന്തിനാണെന്നറിയാം? പോലീസുകാരെ ആക്രമിച്ചു കഴിഞ്ഞാൽ പോലീസുകാർക്ക് ഭയമാവും. ഗ്രനേഡ് ആക്രമണം, പോലീസ് പിക്കറ്റുകൾക്കെതിരെ, പോലീസ് പോസ്റ്റുകൾക്കെതിരെ ഗ്രനേഡ് എറിയുന്നു. നിരവധി പേർക്ക് പരിക്കേൽക്കുന്നു. ഗ്രനേഡ് പൊട്ടിയുണ്ടാകുന്ന പരിക്ക് നിസ്സാര പരിക്കൊന്നുമില്ല, കൈയും കാലുമൊക്കെ പോകും. അങ്ങനെ പോലീസുകാർക്ക് ഇടയിൽ ഭയമുണ്ടാക്കുക. പോലീസുകാർ ഭയന്നാൽ സംഭവിക്കുന്നത് എന്താണ്? അക്രമികൾക്ക് എന്തും ചെയ്യാനുള്ള ധൈര്യം വരും. പോലീസിനെ നിർവീര്യമാക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തോടെയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഇവരെ പഞ്ചാബ് പോലീസിന് പിടിക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് UP പോലീസിനെ അറിയിച്ചത്. UP പോലീസ് അത് വളരെ കൃത്യതയോടെ ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതിനകത്ത് മനുഷ്യാവശ്യ പ്രവർത്തകരൊക്കെ വന്നിട്ട് ഇവരെ അങ്ങനെ ചെയ്തത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞു വരും. ഇപ്പോൾ തന്നെ ഈ പയ്യൻ 18 വയസ്സുകാരനുണ്ടല്ലോ, ജസൻപ്രീത് സിംഗ്, 18 വയസ്സുള്ള, അവരുടെ കുടുംബം വന്നിട്ട് അയ്യോ അവൻ ജോലി അന്വേഷിച്ച് നടക്കുന്ന പയ്യനായിരുന്നു, അവൻ അങ്ങനെയൊന്നും ചെയ്തില്ല, ഇതിൽ ഞങ്ങൾക്ക് സംശയമുണ്ടെന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഒന്നായിട്ട് ഇങ്ങനെ മുടന്തന്യായമൊക്കെ പറഞ്ഞിട്ട് വരികയാണ്. അങ്ങനെയാണല്ലോ. ആരെങ്കിലും പറയുമോ എൻ്റെ മകൻ തീവ്രവാദിയായിരുന്നു? ഇനി 18 വയസ്സുള്ള പയ്യൻ ജോലി അന്വേഷിച്ച് നടക്കുകയാണ്, അവൻ എവിടെയാണ് പോകുന്നത്, എവിടെ ബന്ധപ്പെടുന്നു, വീട്ടുകാരും കൂടെ അന്വേഷിക്കണം, മാതാപിതാക്കൾ അറിയണം. ഏതായാലും ഇത്തരം ബാക്കി ഏത് സംസ്ഥാനങ്ങളിലും ഒളിക്കാൻ ആളുകൾ വരുന്നുണ്ട്. നമ്മൾ കണ്ടില്ലേ, ഒരു ബംഗ്ലാദേശി ഭീകര സംഘടനയുടെ ഒരു പ്രവർത്തകനെ പടന്നയിൽ നിന്ന് കഴിഞ്ഞ ആസാം പോലീസ് പിടിച്ചുകൊണ്ടുപോയി, കേരളത്തിൽ നിന്ന്. നമ്മളാരും അറിഞ്ഞില്ല. കേരള പോലീസ് അറിഞ്ഞില്ല. ആസാം പോലീസ് വന്നിട്ട് ഇവിടുന്ന് പൊക്കിക്കൊണ്ട്, ആസാമിലെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് വന്നിട്ടാണ് കൊണ്ടുപോയത്. കേരള പോലീസിനെ അവർ അറിയിച്ചിരുന്നു, പക്ഷേ അവർ ഇവിടെ ആളുണ്ടെന്ന് അവർ കണ്ടുപിടിച്ചിട്ട് വന്ന് കൊണ്ടുപോയതാണ്. കാരണം ഒരു പോലീസ് ഓപ്പറേഷൻ നടത്തുമ്പോൾ അവർ പറയും ഞങ്ങൾ അവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പോയി, ഇല്ലെങ്കിൽ പിന്നെ ഈ വരുന്നവരെ ആളുകൾ തെറ്റിദ്ധരിക്കും, ആരാണെന്ന് അറിയാൻ വരാതെ. അപ്പോൾ അതുകൊണ്ട് കേരള പോലീസിനെ അറിയിച്ചു, അറിഞ്ഞില്ല എന്നല്ല പറയുന്നത്. എന്നാൽ പോലും ഇത്ര വലിയ ഭീകരൻ ഇവിടെ വന്ന് ഒളിച്ചിരുന്നു എന്നുള്ളത്, അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആസാം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുക. വേറെയും ഈ ഗ്യാങ്ങിൽപ്പെട്ട ആളുകളെ വീണ്ടും പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഏതായാലും അത് കേരള പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷെ അങ്ങനെയല്ല, പഞ്ചാബ് പോലീസ് വിവരം കൊടുത്തു, 4:30 മണിക്ക് അറിയിച്ചു, 6 മണിക്ക് 3 തീർന്നു. അപ്പോൾ അങ്ങനെ കൊല്ലാമോ എന്നൊക്കെ ചോദിച്ചാൽ അതൊരു വലിയ ചോദ്യമാണ്. കൊല്ലാമോ, അതോ തീവ്രവാദികളെ ഫിനിഷ് ചെയ്യണോ, അതോ അവരെ സുരക്ഷിതമായി സർക്കാർ ചെലവിൽ, ജനങ്ങളുടെ ചെലവിൽ നല്ല ഭക്ഷണവും നല്ല ആഹാരവും കൊടുത്ത് സുഖചികിത്സയൊക്കെ നൽകി
വീണ്ടും വലിയ ഭീകരവാദികളായി 4 5 വർഷം കഴിഞ്ഞ് വീണ്ടും ഇതേ പ്രവർത്തനം നടത്താൻ പുറത്തേക്ക് വിടണമെന്നുള്ള ചോദ്യമുണ്ട്. പക്ഷേ ഈ നമ്മുടെ കേരളത്തിലടക്കം അങ്ങനെ ഈ കൊലപാതകം ഉൾപ്പെടെ ചെയ്ത അന്യസംസ്ഥാനക്കാർ അല്ലെ, ഗോവിന്ദചാമി അടക്കമുള്ള ഇപ്പോഴും ജയിലിൽ കിടക്കാണ്. അവരെ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അല്ലെ. പിന്നെ ഗോവിന്ദചാമിയൊക്കെ എത്ര സുന്ദരനായി. അപ്പോൾ യോഗിയുടെ നാട്ടിൽ ഈ വെള്ളച്ചിലൊന്നും നടക്കില്ല. അപ്പൊ അവിടെ ഉള്ളവർക്ക് പേടിയുണ്ട് അല്ലെ, കുറ്റവാളികൾ ബൈക്കിൽ പോയി വെടിവെച്ചപ്പോൾ ഞങ്ങൾ തിരിച്ച് വെടിവെച്ചു എന്നാണ് പോലീസ് പറയുന്നത്. ഇടയ്ക്ക് പ്രതിയെ കൊണ്ടുപോകുന്ന ജീപ്പ് മറിഞ്ഞ് മരിക്കും. അങ്ങനെയൊക്കെ യു പി സംഭവിക്കാറുണ്ട്. ഇറങ്ങി ഓടും പോലീസിന്റെ കസ്റ്റഡിയിൽ ഇറങ്ങി ഓടും, അപ്പോൾ വെടികൊണ്ട് മരിക്കും. ഏതായാലും യു പിയിൽ അല്ലെങ്കിൽ തന്നെ യോഗിക്ക് എന്ത് കാലിസ്ഥാൻ അല്ലേ? അതെ, യോഗിക്ക് എന്ത് കാലിസ്ഥാൻ കിട്ടിയാൽ ഒറ്റയടിക്ക് പണി തരും. അപ്പോൾ അത് ജനങ്ങൾ ഇത് ആഗ്രഹിക്കുന്നുണ്ട്. ഈ തീവ്രവാദികളെയും ഭീകരബന്ധമുള്ള ആളുകളെയും വളർത്തി തീറ്റിപ്പോറ്റേണ്ട കാര്യമില്ലെന്ന് യോഗി ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഏതായാലും യോഗി സർക്കാരിന് ജനം കൈയടിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.